ഇന്നലെ ഒരു ആൺകുട്ടി, ഞങ്ങളെ കൗമിൽപ്പെട്ട ഒരു ആൺകുട്ടിയല്ലേ, 5 പേരെ 3 ഇടങ്ങളിലായി കൊന്നില്ലേ, സുത്ത കൊണ്ട് കുത്തിയിട്ട് മുട്ടി, എന്ത് പേര് വേണമെങ്കിൽ വെച്ചാലും കൊന്നില്ലേ. ആരൊക്കെയാ കൊന്നത്? സ്വന്തം ഉമ്മാനെ കൊന്നാൻ നോക്കി. ഉമ്മയാണെങ്കിലോ ഗുരുതരാവസ്ഥയിലാണ്. ബാപ്പാന്റെ ഉമ്മാനെയും കൊന്നു. പോരാ, സ്വന്തം അനുജനെ, കൂടപ്പറപ്പായ അനുജനെ അടുപ്പിച്ച് പിന്നെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത ഫോട്ടോ അടക്കമുണ്ട്, ആ അനുജനെ കൊന്നു. പോരാ, അവസാനം ഇവൻ ആരെയാണോ സ്നേഹിച്ചത് കാമുകിയെയും കൊന്നു. ഇവൻ ആരെയാണോ പ്രിയം വെച്ചത് ആ കാമുകിയെയും കൊന്നു. നിങ്ങളൊന്ന് ആലോചിക്ക്, 3 ഇടങ്ങളിൽ പോയിട്ട് കൊല്ലണമെങ്കിൽ എത്ര സാഹസം ഉണ്ടാകും? എവിടുന്ന് കിട്ടി ഈ മനക്കരുത്ത്? വല്ലാത്തൊരു ഹിമ്മത്തല്ലേ അത്, ഒരു മനക്കരുത്ത്. മക്കളൊക്കെ പേടിക്കേണ്ട കാലം. നമ്മളൊക്കെ ദുആ ചെയ്യണം, റബ്ബേ ഞങ്ങളെ മക്കള് ഞങ്ങളെ കൊല്ലുന്നൊരവസ്ഥയിൽ നീ വരുത്തല്ലേ അല്ലാ. എന്താ നിങ്ങൾ ആമീൻ പറയാത്തെ? നിങ്ങൾക്ക് ധൈര്യമുണ്ട് നിങ്ങളെ മക്കളെ കൊല്ലുന്നില്ല എന്നല്ലേ? വെച്ച് കാണാം, അള്ളാഹു കാക്കട്ടെ. ധൈര്യം, ഏറ്റവും കൂടുതൽ ധൈര്യം ആർക്കാ ഉള്ളത്? ഓരാണ് ഏറ്റവും വലിയ ആപത്തിൽ പെടുക. എന്താ, ഞാനിത് വെറുതെ പറയല്ല. അതുകൊണ്ട് ആരും ധൈര്യം കാണിക്കണ്ട, ഉറക്ക ആമീൻ പറയും. അതൊരു ചെറിയ വിഷയമല്ല. റബ്ബേ ഞങ്ങളെ മക്കളെ കൈ കൊണ്ട് ഞങ്ങൾ മരിക്കണ ഒരവസ്ഥ വരുത്തണ്ട റബ്ബേ. ഞാനിത് വെറുതെ പറയല്ല. പെട്ടെന്ന് മക്കളെ സ്വകാര്യമായ റൂം ഉണ്ടാകും, മക്കൾക്ക് സ്വകാര്യമായ റൂം. പെൺകുട്ടികൾക്ക് മുകളിൽ റൂമാക്കിയിട്ട് ഉമ്മയും ബാപ്പയും താഴെ കിടക്കണ ഒരു അവസ്ഥ വരാൻ പാടില്ല. ഒരിക്കലും ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. മോളെ റൂമേടെ, മോളെ റൂം മുകളിൽ, ഉപ്പാന്റെ ഉമ്മാന്റെ റൂമേടെ താഴെ. ആ മുകളിലേക്ക് ആരെല്ലാം വന്നിട്ട് രാത്രി സമയത്ത് വന്നു പോന്നോന്ന് ആർക്കറിയാം? ഞാൻ എല്ലാരെയും അങ്ങനെയാണെന്നല്ലോ പറയുന്നത്. എത്ര സ്ഥലത്ത് സമാനമായ സംഭവം നടന്നുപോയി. ഇന്നാളെ ഞാനൊരു വീട്ടിൽ പോയി നോക്കുമ്പോ താഴെ ഒറ്റ ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്, ഫസ്റ്റ് ഫ്ലോർ ഇല്ല. നോക്കുമ്പോ എത്രയോ പിന്നെ സ്ക്വയർ ഫീറ്റ് ആണ്, വലിയ വീടാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ചങ്ങായി ഇതിന്റെ ഉള്ളിലേക്ക് പോണെങ്കിൽ ഒരു കാറ് വേണം, ഉള്ളിൽ തന്നെ വേണം ഒരു കാറ്. അപ്പൊ അവിടെ നിന്ന് അത്രയും ദൂരെ വിശാലമായ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒറ്റ വീട്. ഞാൻ ചോദിച്ചു, ഇതിപ്പോ ഒന്ന് താഴെ ഒന്ന് മുകളിലാക്കി കൂടായിരുന്നോ കുറച്ച് റൂം? അപ്പം പറഞ്ഞു, അല്ല ഉസ്താദേ താഴെ തന്നെ ആണെങ്കിൽ മക്കളെല്ലാം കാണല്ല ഒറ്റടിക്ക്. ചിന്ത നോക്കുങ്ങൾ, ചിന്ത. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യന് ഏതുപോലെ എന്റെ മോന് ഒരു ഗാഞ്ചന്റെ ബേക്കിലായി പോകണ്ട എന്ന് ചിന്തിക്കാൻ തുടങ്ങി. കാരണം നട്ടപ്പാതിരക്ക് മെല്ലെ ഒന്ന് പോയിട്ട് മോന്റെ റൂമിലൊന്ന് കയറണം. ബാപ്പ ഉത്തരവാദിത്വമാണ്. നട്ടപ്പാതിരക്ക് ബാപ്പ ഒന്ന് മോന്റെ റൂമിലൊന്ന് കയറി നോക്കണം. എന്താണ് അവൻ ആ സമയത്ത് ചെയ്യാ എന്നിങ്ങനെ നോക്കണം. ചിലപ്പോൾ ഞങ്ങളെ മക്കളെല്ലാരും അങ്ങനെയാണെന്നല്ലോ പറയുന്നത്. അല്ലാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെക്കാൾ വലിയ സമ്പാദ്യം വേറെയില്ല. ഏത് സമയത്തും ഞാനടക്കം വാദിന്റെ സദസ്സിൽ അവസാനം ദ്വാർക്കണത്, റബ്ബേ ഞങ്ങളെക്കാളും ഉന്നതമായ സ്ഥാനത്തേക്ക് ഞങ്ങളെ മക്കൾ എത്തി നിൽക്കുന്നത് ഞങ്ങളെ കണ്ണുകൊണ്ട് നീ കാണിച്ചു തരണേ അല്ലാ. ഞാനിത് വെറുതെ അല്ല ദുആ ചെയ്യണത്. ഇടക്കൊന്ന് പാതിരാ സമയത്ത് ഒന്ന് മെല്ലെ മൂത്രിക്കാൻ വേണ്ടി ഒന്ന് എഴുതാലും എണിക്കാറുണ്ടല്ല, അല്ലെങ്കിൽ കുറച്ച് പ്രായമായാൽ കൂടുതലൊന്നും ഉറക്കം വരൂല, അപ്പൊ പണിക്കും. ഒന്നും എല്ലാം പോണം, ഭാര്യക്കാരന്റെ മോന്റെ റൂമിലേക്ക് നോക്കണം. എന്തിനാ നോക്കേണ്ടത്? എന്താക്കിയോളോന്ന് നോക്കണം. പൊടിയെല്ലാം ബിരിക്കിനാന്നാ നോക്കണം. ആ സമയത്തായിരിക്കും പൊടിയെല്ലാം ബിരിക്കിച്ചിട്ട് സിഗരറ്റ് എല്ലാം കത്തിച്ചിട്ട് പലതും ചെയ്യുന്നുണ്ടാവും. അറിയില്ലേ ബാപ്പക്ക്? ഭയങ്കര പുറത്തിറങ്ങി നോക്കിയാൽ മാന്യനാണ്. നാളൊരു സ്ഥലത്ത് നോക്കുമ്പോ 2 കോടി വിലപിടിപ്പുള്ള എന്താ ഇപ്പൊ അതൊന്ന് തുടങ്ങിക്കണ, എന്താ MD, എന്താ അത് ഡ്രഗ്സിന്റെ ഒരു ഇതുണ്ടല്ലോ, MDM. കണ്ട നോക്കുമ്പോ തോന്നിപ്പോവും MBBS MD എന്നെല്ലാം പറഞ്ഞ പോലെ അങ്ങനെ ബിരുദാണ് MDM. 2 കോടി വിലപിടിപ്പുള്ള ഒരു MD, അതൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു എന്നാണ്. എന്നിട്ട് നാട്ടുകാർ പറയാണ്, ഉസ്താദേ നോക്കുമ്പോ ചെക്കോ എത്ര നല്ല മാന്യനായിരുന്നു അറിയോ, പുറത്തു നോക്കുമ്പോ ഞങ്ങൾ ആരും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല, പുറത്തു നോക്കുമ്പോ ഭയങ്കര മാന്യൻ, പക്ഷെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി ചെല്ലണം. പക്ഷേ കയറി ചെല്ലുമ്പോഴും ശ്രദ്ധിക്കണം. എന്താ കാരണം? ഏത് സമയത്ത് ഓൻ നിങ്ങളെ കുത്തിക്കൊല്ലൂ എന്ന് പറയാൻ പറ്റൂല. കാരണം ഓൻ കുമ്മാനേക്കാളും ബാപ്പാനേക്കാളും വലുത് ഇപ്പൊ ഈ മയക്കുമരുന്നാണ്. നിങ്ങളെങ്കാലും അവിടെ പോയി പാവം നൊന്ത് പ്രസവിച്ച മോനല്ലടാ ഉമ്മ, ആ ഉമ്മാനേക്കാൾ നിനക്ക് പരിഗണിക്കാനുള്ളത് ആരടാ? ഒരാളെയും നിനക്ക് പരിഗണിക്കാനില്ല. ഉമ്മാനേക്കാൾ പരിഗണിക്കാൻ ഒരാളില്ല. ഉമ്മാക്കൊരു തലവേദന വന്നു എന്നറിഞ്ഞാൽ
പിന്നെ ഉറക്കം വരില്ല. എനിക്ക് എവിടൊക്കെ അതിന് പോയാല് ചിലപ്പോ ഉമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ഒന്നിങ്ങനെ പറയില്ല. അവർക്കൊക്കെ പ്രായമായാൽ ശരീരവേദന ഒക്കെ ഉണ്ടാവും. ഞങ്ങളും അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ അതിന് പോകുമ്പോ ഉമ്മക്ക് ചിലപ്പോ ക്ഷീണം ഉണ്ടാവും, ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഉമ്മ പറയും, നീ പോകുമ്പോ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നൂടാ, പക്ഷെ നിന്നോട് ഞാൻ പറഞ്ഞില്ല, നീ വേദന പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ കുറച്ച് വേദന ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി പോകുന്നു. കാരണം ഉമ്മമാരെ വേദന മക്കളെ വേദനയാണ്, ഉമ്മാന്റെ വേദന മക്കളെ വേദനയാണ്. ആ വേദന കുറച്ച് ഇങ്ങോട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷേ നമുക്കത് കഴിയില്ലല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ഉപ്പമാർക്കും നൽകണേ അല്ലാ, അവരെ തണലിലായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്നിട്ടോ ഞാൻ എന്തിനാണിത് പറയുന്നതെന്നറിയോ? വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. യുവാവായ കൗമാരപ്രായമുള്ള 2000 ഇസവിക്ക് ശേഷം ജനിച്ച മക്കളുടെ കഥ ഇങ്ങനെയാണെന്നാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണേ, കുറച്ചാളുകളൊക്കെ ഇതിന്റെ ബാക്കിലാണ്. അതിന് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ കണക്കാണ്. ചില മസാലകളൊക്കെ പറയുമ്പോ പറയും ആണും പെണ്ണും കണക്കാണ്. ഈ ഗാഞ്ചന്റെ വിഷയത്തിലും ഭംഗിയുടെ വിഷയത്തിലും ഡ്രഗ്സിന്റെ വിഷയത്തിലും ആണും പെണ്ണും ഒരുപോലെയാണ്. ചിലപ്പോ അളവിൽ ആവറേജിൽ ചിലപ്പോ ഒന്ന് മറ്റൊന്നിനേക്കാളും കുറച്ച് മികവുണ്ടാവും. ഞാൻ പറയുന്നത് ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴാ ശ്രദ്ധിക്കുക? ഞാനിപ്പോ അതിലേക്ക് വിശദമായിട്ടൊന്നും കടക്കണില്ല. എന്നിട്ട് നട്ടപ്പാതിരക്ക് മോന്റെ റൂമിൽ പോയി നോക്കുമ്പോ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ പോവാൻ, ശ്രദ്ധിച്ചിട്ട് വേണം ഉമ്മ പോവാൻ. എന്തേ കാരണം? റൂമിലങ്ങ് ചെന്നിട്ട് ഓനെങ്കാലും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന രംഗം കണ്ടാൽ ഉമ്മ പിടിച്ചിട്ട് ഓനെ ഊന്നിടും. എന്തിനാടാ നീ ഇതിന്റെ പിന്നിൽ പോയത്? ഇതിനാണോ നിന്നെ നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയത്? ബാപ്പാന്റെ ഞരമ്പുകൾ മുഴുവനും വീക്കായി പോയിട്ടുണ്ട് മോനെ. നിന്റെ ബാപ്പാന്റെ കാലിലേക്ക് നീ ഒന്ന് നോക്ക്. ആ ബാപ്പ തട്ടുകടയിൽ മണിക്കൂറുകളോളം നിന്നിട്ട് ആ പച്ച പിടിച്ച ഞരമ്പ് ബാപ്പാന്റെ കാലിലൂടെ പുറത്തേക്ക് പ്രകടമായി പുറത്ത് കാണുകയാണ്. ചോദിക്കട്ടെ പൊന്നുമക്കളെ, ഈ കോടിമ്പാള അനുഗ്രഹീത പള്ളി പരിസരത്തിരുന്ന് ഈ കളസയുടെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ജേഷ്ഠാനുജന്മാരായ യുവാക്കളോട് ചോദിക്കട്ടെ, കൗമാരപ്രായമുള്ള ആൺമക്കളോട് ചോദിക്കട്ടെ, ഇനിയും ഞാനും നിങ്ങളും ഉണർന്നില്ലെങ്കിൽ എപ്പോഴാണ് ഉണരുക? എപ്പോഴാണ് ഉണരുക? ആ ബാപ്പാന്റെ കാലിലേക്കൊന്ന് പോയി നോക്കടാ, ഒന്ന് പോയി നോക്ക് പൊന്നു ബാപ്പാന്റെ കാലിലേക്ക്. ആ ബാപ്പ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മെല്ലെ പതുക്കെ ഒന്ന് ബാപ്പാനെ ഒന്ന് ഇങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നോക്ക്. നിനക്കതിന് നേരമില്ല. നിനക്ക് കച്ചവടത്തിന്റെ പിന്നിലാ നേരം, മൊബൈലിന്റെ പിന്നിലാണ് നേരം, റീൽസുകൾ കണ്ട് സമയം കൊല്ലാനാണ് നിനക്ക് നേരം. അതൊക്കെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും നേരം വെളുത്തിട്ടില്ലേ? ഇടയ്ക്കൊന്ന് പോയി നോക്ക്, ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? നേരം വൈകണ്ട, മരിച്ചാൽ അതൊന്നും നടക്കൂല. ഞാന് മക്കളെ ശരിക്കും ആലോചിച്ചോ, ഇന്ന് എരുമാട് വാല് കഴിഞ്ഞിട്ട് ഞാൻ സുള്ളിയിൽ വന്നിട്ട് ഞാനൊരു വീട്ടിൽ ഇങ്ങനെ കുറച്ചു നേരം അവിടെ താമസിച്ചു. അവിടെ നിന്ന് ഞാൻ എൻ്റെ ഉമ്മാനോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോ ആ വീട്ടുകാരൻ അവിടെ ഉണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ ഉണ്ട്. രണ്ടാളുടെയും ഉമ്മമാര് മരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാനിങ്ങനെ എൻ്റെ ഉമ്മാനോട് ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോ ആ രണ്ട് മക്കള്, അവര് വലിയ കച്ചവടക്കാരാണ് രണ്ടാളും. അവരെന്നോട് പറഞ്ഞു, മിണ്ടി ഉസ്താദേ, എത്ര കിട്ടുന്ന അത്ര ഉമ്മാനോട് മിണ്ടി. ഞങ്ങൾക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ഉമ്മനോട് മിണ്ടണോന്ന്, പക്ഷെ കഴിയണില്ല. ഉമ്മ ഞങ്ങളെക്കാളും നേരത്തെ പോയി ഖബറിൽ കിടന്നു. ഇനി ആ ഉമ്മാക്ക് ഫോൺ വിളിച്ചാ കിട്ടൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഞാൻ ഈ സ്റ്റേജിലോട്ട് കയറി വരുമ്പോ ഉമ്മാന്റെ മിസ് കോൾ വന്നു. ഉടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അവരോട് സംസാരിച്ചിട്ട് മതി ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ. ചെറുപ്പക്കാരാ, ഇപ്പോഴും ഞാനൊരു വാക്ക് പറയട്ടെ നിന്നോട്, നീ കേൾക്കുമെങ്കിൽ. സ്നേഹത്തോട് എന്റെ ഒരു അനുജനായി കണ്ട്, എന്റെ ജ്യേഷ്ഠനായി കണ്ട് നിന്നോട് ഞാൻ പറയാം, ഏത് കോള് വേണമെങ്കിലും നീ നെഗ്ലക്ട് ചെയ്തോ. നിന്റെ മാതാപിതാക്കളുടെ കോള് നെഗ്ലക്ട് ചെയ്യരുത് കേട്ടോ. നിന്റെ മാതാപിതാക്കളുടെ കോള് നീ നെഗ്ലക്ട് ചെയ്യരുത്. ചിലപ്പോൾ വല്ലാണ്ട് വയ്യാണ്ടായിട്ട് ഉമ്മാക്ക് ചിലപ്പോ ശരീരവേദന സഹിക്കാൻ കഴിയാതെ ഉമ്മാക്ക് ചിലപ്പോ തോന്നിയിരിക്കും ഞാൻ ഇപ്പൊ മരിക്കും. പക്ഷേ ആ മരിക്കണതിന് മുമ്പ് അവസാനം എനിക്ക് എന്റെ മോനോടൊന്ന് സംസാരിക്കണം എന്ന ഒരു ആഗ്രഹമായിരിക്കും പൊന്നുമ്മാക്ക്. ആ സമയത്ത് നീ എങ്കാലും കോൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോ നീ മൊബൈൽ ഇങ്ങനെ എടുക്കും. നോക്കുമ്പോ ഉമ്മ കോളിംഗ്, മദർ കോളിംഗ്, ഉമ്മി കോളിംഗ്, എന്റെ ഉമ്മയാണ് വിളിക്കണത് എന്നിങ്ങനെ ചിലപ്പോ അതിൽ കാണും.
അപ്പോഴേക്ക് നീ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിസി ട്യൂൺ അമർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വേണ്ട, നീ ഉള്ള പണി കുറച്ച് കഴിഞ്ഞിട്ടാക്ക. അത് നിനക്ക് ഇനിയും ആക്കാൻ അവസരമുണ്ട്. ചിലപ്പോ നിന്റെ ഉമ്മാന്റെ അവസാനത്തെ കോളായാലോടാ. അതുകൊണ്ട് ഏത് കോള് വരുമ്പോഴും ഇത് എന്റെ ഉമ്മാന്റെ അവസാനത്തെ കോളാണെന്ന് വിചാരിച്ചിട്ട് വേണം ആ പൊന്നുമ്മാന്റെയും ബാപ്പാന്റെയും കോള് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ. ചില മക്കളുണ്ട് ബാസല്ലാത്ത പുള്ളോന്ന്, അതിനെ കുറിച്ച് ഞാൻ പറയലെന്നെ. എന്തിനിവനൊക്കെ ജനിച്ചു? ഞാനിത് വെറുതെ പറയില്ല. സ്വന്തം ഭാര്യന്റെ കോള് വന്നാൽ ചക്കര കൊക്കര എന്ന് പറഞ്ഞിട്ട് എത്രയാണ് സംസാരിക്കണത്. അതിന് എത്ര നല്ല പണിയുണ്ടെങ്കിലും മാറ്റിവെക്കും സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ. അല്ലേ? സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ അങ്ങനെയല്ലേ? എന്നാൽ ഉമ്മാന്റെ കോള് വന്നാല് അങ്ങ് ബിസി അമർത്തും. എന്താ കാരണം? ഉമ്മ അല്ലേ? അങ്ങനെ ആകന്റെ മോനെ, ഏറ്റവും വില കൽപ്പിക്കേണ്ടുന്ന 2 കോള്, ഒന്ന് ഉമ്മാന്റെ കോളാണ്, ബാപ്പാന്റെ കോളാണ്. ഭാര്യന്റെ കോള് വന്നാൽ എടുക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും ഭാര്യന്റേത് മാത്രം എടുത്തിട്ട് ഉമ്മാന്റേത് വേണ്ടാന്ന് വെക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മ ഈ മകന്റെ റൂമിലങ്ങ് കയറിയിട്ട് ഉമ്മ മെല്ലെ ഇവന്റെ കൈ പിടിച്ചിട്ടൊന്ന് ഒന്ന് തള്ളിവിടുന്നു. എന്തിനാടാ നീ എന്റെ മോനായിട്ട് എന്തിനാണ് ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ പോയത് എന്ന് പറഞ്ഞപ്പോ അവന്റെ കട്ടിലിന്റെ അടിയിലുണ്ട് കടാരയുണ്ട്. ആ കടാരയെടുത്ത് സ്വന്തം നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മാനെ കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയില്ലേ? ബാപ്പാനെ കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയില്ലേ? പറയട്ടെ, അങ്ങനെയുള്ളൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ചെറുപ്പക്കാരാ, ആ ലഹരിയുടെ പിന്നില് പോകരുത്, മയക്കുമരുന്നിന്റെ പിന്നില് പോകരുത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വാത കേൾക്കുന്ന പെങ്ങളെ, ഒരു അന്യാണിനോടും പ്രണയത്തിന്റെ പിന്നില് പോകണ്ട. ഖബറിനെ കുറിച്ചല്ലടി നിന്നോട് വാല് പറയുന്നത്, ആഖിറത്തെ കുറിച്ചല്ല നിന്നോട് വാല് പറയുന്നത്, സ്വർഗത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല. ഈ ദുനിയാവിൽ കുറച്ചു കാലം നിനക്ക് ജീവിക്കണോന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ പാർക്കിൽ പോയി ഒരു അന്യ ചെക്കന്റെ കൂടെയും വലസി നടക്കണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ചങ്ങാതി കാമുകിയെ കൊന്നു. അപ്പൊ ഓനോട് ചോദിച്ചതാ, എന്തിനാടാ നീ ഓളെ വെറുതെ വിട്ടുകൂടായിരുന്നു, ഓളെന്തിനാ കൊന്ന്? അപ്പൊ ഓൻ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഇത് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നു, സത്യം കണ്ണെന്നും വെള്ളവും വരുന്നു. ഓൻ പറഞ്ഞ ന്യായം എന്താണ്? പെങ്ങളെ, ഏത് ഭാഗത്താ ഓരിക്കണ പെങ്ങന്മാര്? ശരിക്കും കേട്ടോ, കൽബ് തന്നിട്ട് കേട്ടോ. ഈ കാതിൽ പതിയുന്നത് ഇവിടുന്ന് അങ്ങ് എണീറ്റ് പോകുന്നത് വരെ മാത്രം പോരാ, നിന്റെ ജീവിതത്തിലുടനീളം നിലനിർത്തിക്കോ. എന്ന കുറച്ച കാലം നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാം. ഇല്ലെങ്കിലോ നേരത്തെ അങ്ങ് പോകേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. എന്താ ഈ കാമുകിയെ അങ്ങ് കൊന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു, നിനക്കൊന്ന് അതിനെങ്കിലും വിട്ടുകൂടായിരുന്നടാന്ന്. അപ്പൊ പറഞ്ഞെന്തറിയാ, ഞാനും വിഷെടുത്തിട്ട് മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മരിച്ച പിന്നെ ഓള് വഴിയാതാരാവുമല്ലോ, അതുകൊണ്ട് ഓളെ ആദ്യം തന്നെ കൊന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഇതിനെന്തിനാ പറയുങ്ങളൊന്ന് ആലോചിച്ച്. പെങ്ങളെ, അങ്ങനെയുള്ള കാമുകന്മാരുടെ കാലമാണ്. ആ കാമഭ്രാന്തിന്റെ പിന്നില് പോയി നിന്റെ ഈ നല്ല ജീവിതം നഷ്ടപ്പെടുത്തല്ലേ മോളെ. ഇത് എന്റെ വാല് കേൾക്കുന്ന മുഴുവൻ സഹോദരിമാരോട്, കോടിമ്പാള പള്ളി പരിസരത്തിരുന്ന് വാല് കേൾക്കുന്ന പെൺകുട്ടികളോട് മാത്രമല്ല, ലൈവിലൂടെ വാല് കേൾക്കുന്ന എന്റെ എല്ലാ സ്നേഹജനങ്ങളായ എന്റെ അനുജത്തിമാരോട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, പടച്ച റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഴിവിന്റെ പരമാവധി ചെലവഴിക്കണം. ആ റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കണം. കുറെ അങ്ങ് സമ്പാദിക്കാൻ ശ്രമിക്കണം. ആഖിറം സമ്പാദിക്കാൻ നോക്കിക്കോ. ഏറ്റവും വലിയ സമ്പാദ്യം ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്, ദുനിയാവിലേക്കുള്ള സമ്പാദ്യമല്ല. ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്. ആ ആഖിറത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം, അതിൽ ഒന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു,
ബാപ്പയും ഉമ്മയും മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോൾ ആ ബാപ്പാനെയും ഉമ്മാനെയും മറക്കാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടോ? ആ മക്കളാണ് ബാപ്പാക്കും ഉമ്മാക്കും ഖബറിൽ വലിയ സമ്പാദ്യം കേട്ടോ.